ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്നത് നെയ്ച്ചോറിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറി ഇല്ലെങ്കിൽ പോലും നമുക്കിത് ചുമ്മാ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണേൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നെയ്യ് വേണേൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നെയ്യ് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ഏലക്ക, ഒരു 2 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപ്പൂ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റാർ അനൈസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ കാണുമ്പോൾ ഏകദേശം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 അത്യാവശ്യം വലുപ്പമുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോറിൻ്റെ കളർ അധികം മാറാൻ പാടില്ല, നല്ല വെള്ള കളറിൽ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉള്ളി നമുക്ക് ഒരുപാട് അങ്ങ് വഴറ്റി ഗോൾഡൻ കളർ ആവാൻ പാടില്ല. ചെറുതായിട്ട് ആ കടിക്കുന്ന പരുവൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കളർ മാറാതെ നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ അടിയിൽ കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഏകദേശം 2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സാധാ മുളകൊക്കെ ആണെങ്കിൽ 4ഉം 5ഉം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നടുകെ കീറിയിട്ടുണ്ട് കേട്ടോ, അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഒരു ചെറിയ നാരങ്ങ മൊത്തമായിട്ട് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ വീക്കെൻഡിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 പിടി കുറച്ച് മാത്രം പുതിനയിലയും അതേപോലെ തന്നെ പുതിനയിലേൻ്റെ നേരെ ഇരട്ടി വലുപ്പത്തിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പുതിനയില, 4 ടേബിൾ സ്പൂൺ മല്ലിയില അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. 1 പാൽ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ബാക്കിയുള്ള തേങ്ങയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് വീണ്ടും അരച്ചെടുത്താണ്. അപ്പോൾ മൊത്തം 3 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. 1 പാൽ 1 കപ്പും 2 പാൽ 2 കപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 3 കപ്പ് വെള്ളമാണ് കേട്ടോ, മറക്കരുത്. പിന്നെ നമ്മൾ ഇതിൽ എടുക്കുന്ന അരി എന്ന് പറഞ്ഞാൽ 2 കപ്പ് അരിയാണ്. 2 കപ്പ് ബസ്മതി അരിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ്. അതിലെ വെള്ളം മൊത്തം കളഞ്ഞെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം അരി കുതിർത്ത് കൊടുക്കുക. ഈ നിങ്ങൾ ബസ്മതി അരി വെച്ച് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സാധാ അരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ പറയണ പോലെ തന്നെ ചോറിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇത്തിരി ഒന്ന് ഉപ്പ് കയറി നിൽക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് തവണ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണ്ട, ഒരു 2-3 തവണ മാത്രം ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ടാൽ മതി. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാൽ അത്ര ഡ്രൈ ആയിട്ടുമില്ല. പിന്നെ നമ്മൾ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കുക. നമ്മൾ സാധാരണ നെയ്ച്ചോറ് വെക്കണ മാതിരി തന്നെയാണ് വേവിക്കുന്നതൊക്കെ. അപ്പോൾ ഒന്ന് അടിയൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് റെഡിയാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം ചോറൊക്കെ നീളം വെച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊന്ന് വെറ്റായിട്ട് ഇങ്ങനെ നനവുള്ള പോലെ ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, കാരണം നമ്മളിത് ദം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, പക്ഷെ ദം ചെയ്ത് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് ചോറ് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ ദം ചെയ്യാം. ഞാൻ എന്തായാലും ഈ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് പകുതി ചോറ് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില, അതേപോലെ തന്നെ ഞാൻ ആദ്യമേ 2 ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 1 ഉള്ളി ഫ്രൈ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ അത്ര മതി. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വളരെ കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഇലകളും അതുപോലെ തന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ
ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഒരുപാട് നേരം വേണ്ട, 5 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. 5 മിനിറ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ നെയ്ച്ചോറ് കഴിക്കുന്ന എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇത് കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങാപ്പാൽ വേവിച്ചുകൊണ്ട് തന്നെ നമുക്ക് കറിയില്ലാതെ ചുമ്മാ കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചിലരൊക്കെ ട്രൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്